Hello friends, welcome back to my YouTube channel. എൻ്റെ എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അഗ്ലോണിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രേക്ഷകരിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും അഗ്ലോണിമയും റോസും ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ റോസിൻ്റെ കാര്യങ്ങളും, ലീഫ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ കലാത്തിയൊക്കെ അത്രയും നല്ല പ്ലാന്റ്സ് ആണ്. എന്നാൽ പോലും അഗ്ലോണിമയോടുള്ള ആളുകളുടെ ഇഷ്ടത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. പ്രത്യേകിച്ച് റെഡ് അഗ്ലോണിമയൊക്കെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അഗ്ലോണിമ വീഡിയോ തന്നെ ചെയ്യാന്ന്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അഗ്ലോണിമയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടം അഗ്ലോണിമ നിങ്ങൾക്കറിയോ? കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള തുടങ്ങിയ എല്ലാ കളറിലും ഇത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു മൾട്ടി കളറായിട്ടും ലീവ്സിൻ്റെ സൈഡിൽ മാത്രം ഒരു കളറായിട്ട് അങ്ങനെ കണ്ണിന് ഐ കാച്ചിങ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഭംഗിയാണ് ഈ അഗ്ലോണിമയുടെ ലീഫിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ബുഷിയായിട്ട് പോട്ടിൽ പെട്ടെന്ന് തന്നെ നിറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ പുതിയ ചെടികൾ വേറെ വേറെ പോട്ടിലേക്കൊക്കെ മാറ്റാൻ കുറച്ചുകൂടി ഈസിയാണ്, കാണാൻ നല്ലതാണ്, പെട്ടെന്ന് വളരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ കുറഞ്ഞ വെളിച്ചം മതി. ഇപ്പോൾ നമ്മളൊരു ഇൻഡോർ ആയിട്ട് ഒരു എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് വെക്കുന്നതെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ തന്നെ വളരും. ഇതിന് സൂര്യപ്രകാശമൊന്നും അത്ര നല്ലോണം കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ വേഗം വേഗം വളരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെൻസിൻ പോലെയുള്ള വിഷവാതകങ്ങളൊക്കെ അത് ചെടിയിലേക്ക് എടുത്ത് നമ്മുടെ വായു നല്ല രീതിയിൽ ശുദ്ധീകരിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് ഭയങ്കര ലക്കി പ്ലാന്റ് ആയിട്ടാണ് ചൈനയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. നമ്മൾ ഈ ഓഫീസിലൊക്കെ ക്ലയൻസ് ഒക്കെ വരുന്ന ദിവസം നമ്മളെ ടേബിളിൽ ഇത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓർഡറൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയും നല്ലൊരു ലക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്നൊക്കെയാണ് ചൈനയിലുള്ള ആൾക്കാർ പറയുന്നത്. പിന്നെ ഇതിന് വലിയ രീതിയിലുള്ള വെള്ളം ആവശ്യമില്ല. നമ്മൾ 2 3 അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം കൊടുത്താൽ ഇത് നിൽക്കും. പിന്നെ നമ്മൾ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടേബിളിൻ്റെ കോർണറിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു എലിഗൻ ലുക്കാണ് എപ്പോഴും. പിന്നെ ഈ ചെടിക്ക് അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ദീർഘായുസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുപാട് കാലം ഇപ്പോൾ ഒരു 5-8 വർഷമായ അഗ്ലോണിമയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ നല്ല സ്ട്രോങ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകാത്തൊരു പ്ലാന്റാണ് അഗ്ലോണിമ. പിന്നെ ഇതിന് വേറെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഇതിനൊട്ടും കീടശല്യം ഇല്ല. വേറെ ഏത് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാലും കീടശല്യം കൊണ്ട് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അഗ്ലോണിമയ്ക്ക് ഒട്ടും കീടശല്യം ഇല്ല. എല്ലാം കൊണ്ടും ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ ഇപ്പോൾ റോസിനൊക്കെയാണ് നമ്മൾ എപ്പോഴും വളം ചെയ്യണം, നല്ല രീതിയിൽ പൂ വേണമെങ്കിൽ. ഇതിനെന്ന് വെച്ചാൽ നമ്മൾ അധികം വളം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലൊരു പോട്ടിങ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അഗ്ലോണിമയുടെ ബെസ്റ്റ് പോട്ടിങ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇടാം കേട്ടോ, അത് നിങ്ങൾക്ക് കാണാം. ചെറിയ ആ സമയത്ത് കൊടുക്കുന്ന ഒരു പോട്ടിങ്സിൻ്റെ വളം തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്ലാന്റ് ഒരു ശുഭസൂചകമായിട്ട് പല ആൾക്കാരും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ അഗ്ലോണിമ ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ അഗ്ലോണിമ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് വളരെ നല്ലൊരു പ്ലാന്റാണ്. കുറഞ്ഞ വെളിച്ചം മതി, പെട്ടെന്ന് വളരും. നമ്മുടെ വീട്ടിലെ വേണ്ടാത്ത പൊടികളൊക്കെ അങ്ങ് എടുത്തോളൂ. ഇലകളൊക്കെ നല്ല കാണാൻ ഒരു എലിഗൻറ്റ് ലുക്കാണ്. പിന്നെ വലിയ വളമൊന്നും ചെയ്യണ്ട, ചെറിയൊരു സ്പേസിൽ നമുക്ക് വളർത്താം. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പ്ലാന്റാണ്. ഡെക്കോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഇൻഡോർ ആയിട്ട് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ ലുക്ക് തന്നെ മാറ്റുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അഗ്ലോണിമയെ പറ്റി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും